ഹലോ, ഇത് നമ്മൾ ചെയ്യുന്നത് മാജിക് അല്ലാട്ടോ. നമ്മൾ ചെയ്യുന്നത് ഒരു പേപ്പർ ട്രിക്കാണ്. അടിപൊളിയാണ്. നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഒരു നേരം പോക്കിന് വേണ്ടിയൊക്കെ ചെയ്യാവുന്ന നല്ലൊരു സംഭവമാണ്. ഒരു ട്രിക്കായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണ്, നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, ഡിസ്ലൈക്ക് അടിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ട്, അതായത് വീഡിയോസൊക്കെ ഇഷ്ടമുണ്ട്, മാജിക് പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കും എൻ്റെ ഒപ്പം വേണമെങ്കിൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു കഷ്ണം പേപ്പറും ഒരു കത്രികയും ഒപ്പിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു ചലഞ്ച് പോലെയാണ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ പിള്ളേരൊക്കെ ചെറിയ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവരെ ഇരിക്കുമ്പോൾ മാത്രം കത്രികയൊക്കെ എടുത്ത് കളിച്ചോളൂ, കൈയൊന്നും മുറിച്ചിട്ട് എൻ്റെ മക്കട്ടേക്ക് ഇടരുത്തിട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ബാ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേപ്പർ, ഒരു പീസ് പേപ്പർ ഉണ്ടാവുന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പീസ് പേപ്പർ, ഒരു ചെറിയൊരു പീസ് പേപ്പറാണ് എൻ്റെ ഉള്ളത്. എൻ്റെ ഒരു കത്രിക ഉണ്ട്. നിങ്ങളും കത്രികയൊക്കെ എടുത്ത് പിടിച്ചോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയാം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ നോക്കും. അതായത് നിങ്ങൾക്ക് കത്രിക കൊണ്ട് ഈ പേപ്പറിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ കറക്റ്റായിട്ട് ഈ പേപ്പറിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റണം. അങ്ങനെ കടന്ന് അപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റണം. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ല, ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം, അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, ഇത് നിങ്ങൾ എല്ലാവരും ഈസിയാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്തിരിക്കാം. നിങ്ങൾക്ക് കത്രിക കൊണ്ട് പേപ്പറിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഈ പേപ്പറിനെ ഇതുപോലത്തെ ഒരു പേപ്പറിനെ, അല്ലാണ്ട് വലിയ ന്യൂസ് പേപ്പറല്ല പറഞ്ഞാൽ ഇത്ര പോകുന്ന ഒരു ചെറിയൊരു പേപ്പറിനെ കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് അറിയും, നിങ്ങളുടെ ഒരു കൈ ഫുള്ളായിട്ട് ഈ പേപ്പറിലൂടെ അപ്പുറത്തേക്ക് കടത്താൻ പറ്റും. പക്ഷേ പേപ്പർ വേറെ എവിടെയും, ഇത് പേപ്പറിന്റെ ഷേപ്പിൽ ഇരിക്കണം. പക്ഷെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഉള്ളിൽ കട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം എത്ര പോകുന്ന ഒരു പേപ്പറിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഞാൻ അടുത്തൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്ക്. നിങ്ങൾക്ക് കത്രിക കൊണ്ട് ഈ പേപ്പറിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഫുള്ളായിട്ട്, അതായത് ഒരു ആൾക്ക് ഫുള്ളായിട്ട് ഈ പേപ്പറിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ? ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കത്രിക കൊണ്ട് ഈ പേപ്പറിനെ കട്ട് ചെയ്യാം. പക്ഷെ കട്ട് ചെയ്യുന്ന ആൾക്ക് ഈ പേപ്പറിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റണം. ചെയ്യാൻ പറ്റില്ല അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയോ. പക്ഷെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. കാരണം ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഇതേപോലെ കുറച്ച് പേരൊക്കെ കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചോദിക്കാം. എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്ത് കാണിക്കാനും പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പോവാം. അപ്പോൾ ക്യാമറ താഴോട്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ സംഭവം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അത് ഈസിയാണ്. നിങ്ങളൊന്ന് നോക്കിക്കോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ വേണം മതി. നമ്മൾ നമ്മുടെ കയ്യിലുള്ള പേപ്പറിനെ, ഇത് ചെറുതായിക്കോട്ടെ, ഇത്ര മതി, ചെറിയൊരു പീസ് പേപ്പർ മതി. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കറക്റ്റ് നേർപ്പകുതിയായിട്ട് മടക്കുക. കറക്റ്റ് ഒന്നുമില്ല, ഏകദേശം നേർപ്പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. ഓക്കെ, ഇങ്ങനെ മടക്കി ഇതൊന്ന് ഇങ്ങനെ ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിനെ എന്താ ചെയ്യണമെന്ന് പറയാം. നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ്. ഈ പേപ്പറിനെ പല രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ രണ്ട് സൈഡുകൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ജോയിൻ്റ് ഉള്ള ഭാഗം, ഇത് ഈ ഭാഗം ഇവിടുന്ന് വേണം കട്ട് ചെയ്ത് തുടങ്ങാൻ. അതായത് ഇത് പോകരുത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യരുത്, ഇവിടുന്ന് ഇങ്ങോട്ട് വേണം കട്ട് ചെയ്യാൻ. അതായത് ഇങ്ങനെ എടുക്കുക, ഏകദേശം ഇത്ര വരെ കട്ട് ചെയ്യാം, ഇവിടം വരെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് ഭാഗം തൊട്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വേണം നമ്മൾ ഇപ്പുറത്തും കട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാം. കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ ഏകദേശം കുറച്ചായിട്ട് അവിടെ നിർത്തി. ഇനി ഇതിൻ്റെ അടുത്തുള്ള കട്ടുകൾ എങ്ങനെ വരണമെന്ന് അറിയും. ഇവിടുന്ന് ഇങ്ങോട്ട് വേണം കട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തു, ജസ്റ്റ് കട്ട് ചെയ്തു, ഇവിടം വരെ കട്ട് ചെയ്തു. ഇതും അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്യരുത്, നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഏകദേശം എന്താ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇവിടുന്ന് വീണ്ടും കട്ട് ചെയ്യാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ഇവിടം വരെ കട്ട് ചെയ്തു. ഇപ്പുറത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യണേ, ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇവിടം വരെ കട്ട് ചെയ്തു. ഇനി അടുത്തത് രണ്ടും ഇങ്ങോട്ടാണ് കട്ട് ചെയ്യാൻ പോണേ. ഞാൻ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾക്ക് ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റുമെന്ന് ആലോചിക്കണ്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ജസ്റ്റ് ഇവിടുന്നും ഇതുപോലെ തന്നെ അവിടം വരെ കട്ട് ചെയ്യണം. ഇനി ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഇതേ എണ്ണമൊന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവും, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള മനസ്സിലാവും. അപ്പോൾ ഇത്രയും. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇതുപോലെ നടുക്കി കൂടെ കട്ട് ചെയ്യാം. അങ്ങനെ വെച്ച് കട്ട് ചെയ്ത് ഇവിടം വരെ ആക്കി. ഇനി കഴിഞ്ഞിട്ടില്ല, തുറന്നു നോക്കരുത്. ഇതിൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ആദ്യത്തെയും ഈ ഏറ്റവും അവസാനത്തെയും ഇതേപോലെ തന്നെ ഇവിടുത്തെ ജോയിന്റ് ഇതുപോലെ തന്നെ വേണം. ഇത് ഇവിടെ ഒരു ജോയിന്റിൽ
എന്നാ ഇതിങ്ങനെ തന്നെ വേണം. പക്ഷെ ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ ആ ജോയിൻറ്റുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവുക. ഇതിൻ്റെയും കട്ട് ചെയ്യാൻ പാടില്ല, ഇതും അങ്ങനെ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇത് കട്ട് ചെയ്യരുത്, നമ്മൾ ഇതെടുത്തു നിൽക്കണം, കഴിഞ്ഞിട്ട് അങ്ങനെ അത് കട്ട് ചെയ്യാം. അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്യാം. പിന്നത്തെയും നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്യാം. അടുത്തതും എടുത്ത് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. ഇപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ഇത് ക്യാമറ ഒന്ന് നേരാക്കി. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ്. ഞാൻ പറഞ്ഞത് എന്താ, നമുക്ക് ഒരാൾക്ക് ഫുള്ളായിട്ട് ഉള്ളിൽ കൂടെ പോകണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനാണ് കട്ട് ചെയ്തത്, അപ്പോൾ എനിക്ക് കടന്നു പോകാൻ പറ്റണം പേപ്പറിൽ കൂടെ. അതായിരുന്നു നമ്മുടെ ചലഞ്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പേപ്പറിനെ ഇങ്ങനെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ പേപ്പർ ഇത്രയും വലിപ്പമുണ്ട്. അതായത് ഒരാൾക്ക് സുഖമായിട്ട് ഉള്ളിൽ കൂടെ പോവാം. ഇതാണ് ഈ ട്രിക്ക്. നമ്മൾ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ആ പീസ് പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ പോയി എന്ന് പറയും. ഇത് നിങ്ങൾക്കൊരു ബെറ്റായിട്ടൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരു ബെറ്റായിട്ടൊക്കെ അവതരിപ്പിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര രൂപ, അല്ലെങ്കിൽ ഇതിന് ബെറ്റ് അതിന് ബെറ്റെന്നൊക്കെ കണ്ട് നിങ്ങൾക്ക് ബെറ്റൊക്കെ വയ്ക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഇതേപോലെ ഒരു ട്രിക്കായിട്ട് ഇത് അവതരിപ്പിക്കാം. ഇതൊരു പേപ്പർ ട്രിക്ക് സിമ്പിളായിട്ടൊരു ഹാപ്പി മൂഡിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്ക്, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതിരിക്കരുത്, ഡിസ്ലൈക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇഷ്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി വീഡിയോസൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മാജിക് അങ്ങനത്തെയൊക്കെ നിങ്ങൾ കാണാനുണ്ടാവും, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ബൈ.